ഹൈദരാബാദിൽ പോയപ്പം എനിക്കാകെ 2 സ്ഥലങ്ങളെ അറിയുള്ളായിരുന്നു. ഒന്ന് ചാർമിനാറും മറ്റൊന്ന് റാമോജി ഫിലിം സിറ്റി. ചാർമിനാർ പോയപ്പോഴാണ് ഇതാണ് ഇവിടെ കാണാനുള്ളതെന്നും ബാക്കിയെല്ലാം ചെറിയ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണുള്ളതെന്ന് മനസ്സിലായത്. പിന്നീടാണ് മനസ്സിലായത് അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ചൗമഹല്ല പാലസ്. അതിന് ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ പോയത്. കാരണം ഇഷ്ടംപോലെ പാലസുകൾ അവിടെ ഉണ്ട്, വേറൊരു പാലസ് അത്രയേ ഉള്ളൂ. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്നത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന അവരുടെ വസ്ത്രങ്ങളും പിന്നെ അവരുടെ ഒരു ദർബാർ ഹാൾ, അത് അടുത്ത ഒരു ഷോട്ടിൽ വരുന്നുണ്ട്, അത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന വെപ്പൺസും അതെല്ലാം അവിടെ അവർ വളരെയധികം ഒത്തിരി ആ വാൾ സീലിംഗ് ഹൈറ്റിലാണ് അതിരിക്കുന്നത്. ആൻഡ് ചൗമഹല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പാലസ് എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ രാജാക്കന്മാരുടെ രാജധാനിയായിരുന്നു. ഇതാണ് ആ ദർബാർ ഹാള്. ഇതൊരു വണ്ടറസ് ഒരു കാഴ്ചയായിരുന്നു. ആൻഡ് ആ ഷാൻഡലിയേഴ്സൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു, ക്രിസ്റ്റൽ ഷാൻഡലിയേഴ്സാണ്. പിന്നെ അവിടുന്ന് നടന്ന് ഈ 4 കൊട്ടാരത്തിലും പലതും കാണാനുണ്ട്. അപ്പോൾ ആക്ച്വലി ഒരു 1.5 to 2 hours നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. ബട്ട് നമുക്കതിനുള്ള ടൈമില്ലായിരുന്നു. അത് ക്ലോസിങ് ടൈം ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. ആൻഡ് അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന അവരുടെ ആഡംബര കാറുകളും എല്ലാം അവിടെയുണ്ട്. ആൻഡ് ഇത് another one is the crockery they have used. ഒത്തിരി ക്രോക്കറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിറച്ചിരിക്കുകയാണ് അതിൻ്റെ അകത്തൊക്കെ. പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന സാരികൾ, എല്ലാം ഈ ജ്വൽ സ്റ്റഡും അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. ഇതൊരു വലിയൊരു ഏരിയയാണ്. ആൻഡ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചാർമിനാറിൻ്റെ ഇത് കാണാനും പറ്റുന്നുണ്ട്. സോ അത്രയൊക്കെ ഉള്ളൂ. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഹൈദരാബാദിൻ്റെ വ്ളോഗ് വരാനുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട.